ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ഡിന്നർ പ്രിപ്പറേഷൻ വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കത്തി മൂർച്ചയാക്കിയതുണ്ടല്ലോ, സാൻഡ് പേപ്പറല്ല, അത് വെച്ചിട്ടാണ് കേട്ടോ കത്തി മൂർച്ചയാക്കി എടുത്തത്. എന്നിട്ട് നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഒരു 3 സവാള എടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഇതുപോലൊന്ന് സ്ലൈസ് ആക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടി വയ്ക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം, മൺചട്ടിയൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ തീ കുറച്ച് വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 3 ഏലക്കയും ചെറിയൊരു കഷ്ണം പട്ടയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് എടുക്കാം. പിന്നെ ഒരു 5-6 ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി, ചെറിയൊരു പീസ് ഇഞ്ചിയാണ്. ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കി എടുക്കല്ലേ. എപ്പോഴും നമ്മളിങ്ങനെ ചതച്ച് ഒന്ന് വഴിച്ച് ചേർക്കുമ്പോൾ കേട്ടോ അതിൻ്റെ ഒരു നാടൻ ടച്ചും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് കറികൾക്ക്. അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുള്ള കൂട്ട് നമുക്കിനി എണ്ണയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പം നന്നായിട്ട് ആ ഒരു ഫ്ലേവറൊന്നും പോകാത്ത രീതിയിൽ, നല്ല രീതിയിൽ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ, ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ മണമൊക്കെ ഉണ്ടല്ലോ പോകാതെ തന്നെ നമുക്കിതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയിട്ടൊന്ന് വഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വഴിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ച് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് ഇതാ കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആയി വരണം. എന്നിട്ട് വേണം ഞാൻ അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്തെടുക്കാം. കുറച്ച് ഗ്രേവിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 3 സവാള ചേർത്തത്. അല്ലെങ്കിൽ ഒരു 3/4 കിലോ ചിക്കനെ 2 സവാളയ്ക്ക് തന്നെ ധാരാളം മതിയാകും. ഞാൻ ഇവിടെ ഒരു 3/4 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. ചിക്കനൊന്ന് ചൂടായി അതിൻ്റെ ഒരു കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു 3/4 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിനി അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 3/4 ടേബിൾ സ്പൂൺ എടുത്തത്. കളറുള്ള കാശ്മീരി ചില്ലിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ടാണ് അത്ര എടുത്തത്. ഈ ഒരു പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടപ്പുകൊണ്ട് അടച്ചിട്ടൊന്ന് നന്നായിട്ടൊരു 20 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ കറിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അത് എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം എന്ന് പറയുന്നത്. കറി റെഡി ആയിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ആദ്യം നമ്മൾ ചതച്ച് ചേർത്തിട്ടുണ്ടല്ലോ ആ ഒരു പട്ടയും ഏലക്കയൊക്കെ. അപ്പോൾ അതിൻ്റേതായ ഫ്ലേവറും ടേസ്റ്റൊക്കെ ഈ കറിക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടും കൂടെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതുകൊണ്ട് കറക്റ്റാണ്, പാകത്തിന് എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്രേവിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് വെച്ചതാണ് കേട്ടോ. പുട്ടായതുകൊണ്ട് അതിനൊഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ഗ്രേവി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുത്തൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടും കൂടെ തയ്യാറാക്കിയിട്ടൊന്ന് കഴിക്കാം. അപ്പോൾ ഇതാ ഗോതമ്പ് പുട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. രാത്രി ആയതുകൊണ്ടാണ് ഗോതമ്പ് പുട്ട് തയ്യാറാക്കിയെടുത്തത്. നല്ല ചൂട് ഗോതമ്പ് പുട്ടും വീട്ടിൽ തന്നെ നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് മാവാണ് അതിൽ തയ്യാറാക്കിയിട്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ അത് ആ ഗോതമ്പ് പുട്ടും ആ ഒരു ചിക്കൻ കറിയും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് രാത്രിത്തെ ഡിന്നർ കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഒരു സിമ്പിൾ വ്ളോഗാണ് കേട്ടോ. വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.